എടാ ടൈഗറെ, നീ എവിടെ പോയി കിടക്കുക? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലോട്ട് വാടാ. ഈ ഫുർസത് ഗഞ്ചിനെ രക്ഷിക്കാൻ സൂപ്പർ ഹീറോ വന്നിട്ടുണ്ട്. ചുൽബുൽ ദ ഗ്രേറ്റ്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നിങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തോ? വീർ രക്ഷിക്ക, ജിണ്ടു രക്ഷിക്കടാ. എന്റെ സഹായമൊക്കെ ഇല്ലാതെ ഇവരെങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. ഇവനിതെന്ത് പറ്റി? ഇവന് ജീവനുണ്ടായിരുന്നല്ലോ. ടൈഗർ ചേട്ടാ നമസ്കാരം. നിങ്ങള് കാട്ടിലെ രാജാവല്ലേ? ഇവിടെ എന്തിനാ വന്നത്? ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഞങ്ങളുടെ കാടെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നിങ്ങളുടെ നാട് ഞാൻ കൈയടക്കിയാലോ എന്ന്. നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ആളുകളെല്ലാം വന്ന് ടൈഗർ ചേട്ടനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോവും. അപ്പോ ഞാനെന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? ഞാൻ എന്റെ പ്രജകൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. നാട്ടിലുള്ളവരെ പാഠം പഠിപ്പിച്ചിട്ടേ വരുള്ളൂന്ന്. വരൂ, നമുക്ക് കാട്ടിലേക്ക് പോയി നോക്കാം. അവിടെ മരങ്ങൾ ആരാ മുറിക്കുന്നെന്ന് നോക്കാം. ജിൻടു, പറയൂ, എന്താ ചെയ്യണ്ടേ? ഈ ടൈഗറിനെയാണോ ഞാൻ പിടിക്കേണ്ടത്? ഞങ്ങളെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. അതിനു മുൻപേ ആദ്യം ചുൾബുളിനെ നേരെയാക്ക്. ഇന്നാ പിടിച്ചോ. കണ്ടില്ലേ, ആ ആളുകളാണ് ഞങ്ങളുടെ കാട് മുഴുവൻ വെട്ടി നശിപ്പിക്കുന്നത്. ടൈഗർ ചേട്ടാ, നിങ്ങൾ ഇവിടെ നിന്നോ. അവരുടെ കയ്യില് തോക്കുകളുണ്ട്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവര് ചിലപ്പോ വെടിവെക്കും. ഞാൻ അവരോട് പോയി സംസാരിച്ചിട്ട് വരാം. വീർ, ഞാനും വരുന്നു. വേണ്ട, ഓൾറെഡി നീ നിന്റെ ജീവൻ അപകടത്തിലാക്കിയിരിക്കുക എമിലി. നീ വളരെ ധൈര്യശാലിയായ പെൺകുട്ടിയാണ്. പക്ഷെ വീർ പറയുന്നത് ശരിയാണ്. നീ ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കണം. ജിൻഡു, നീയും ഇവിടെ നിന്നോ. ഞാൻ പറയുന്നത് വരെ മാജിക് ഒന്നും കാണിക്കരുത്. അങ്കിൾ, ഈ കാട് സർക്കാരിന്റെയാ. ഇവിടെ ഇങ്ങനെ മരം മുറിക്കാൻ പെർമിഷൻ ഒന്നും ഇല്ല. പെർമിഷൻ ഒന്നും വേണ്ടല്ലോ. ഞങ്ങൾ അതൊന്നും ഇല്ലാതെ തന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ ചെറുക്ക? അങ്കിളെ, നിങ്ങൾ ഇങ്ങനെ എല്ലാ കാടുകളും വെട്ടി മുറിച്ചു കളഞ്ഞ ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ എവിടെ പോയി താമസിക്കും? നീ ആരാടാ മൃഗങ്ങളുടെയൊക്കെ രാജാവ്? പിടിക്കടാവനെ. നിന്റെ തത്തിനാതിന്തിന്നൊക്കെ ഒന്ന് നിർത്ത്. വീറിനെ ഒരു ഡസ്റ്റ്ബിൻ പിടിച്ചോണ്ട് പോയി. നീ വേഗം വീറിനെ രക്ഷിക്ക്. ഇപ്പൊ ശരിയാക്കി. നീ എന്തായി ചെയ്തത്? ഇവിടെ ബാഡ് സ്മെൽ വരുന്നു. ഇതെല്ലാം എടുത്ത് മാറ്റ് വേഗം. അയ്യോ, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലല്ലോ ജിണ്ടു. വീര് ഏത് ഡസ്റ്റ്ബിനിലാന്ന് എനിക്കെങ്ങനെ അറിയാനാ? അതുകൊണ്ടാ ഞാൻ എല്ലാ ഡസ്റ്റ്ബിനും കൊണ്ടുവന്നേ. എന്നെ ഒന്നിനും കൊള്ളില്ലെന്നല്ല പറഞ്ഞേ. എന്നാ ഞാൻ പോവുക. ഞാൻ വീറിന്റെ ഓർഡർ മാത്രം അനുസരിക്കൂ. നിങ്ങൾ എന്റെ ബോസ് ഒന്നല്ല, വീറാണ് എന്റെ ബോസ്. അവൻ രക്ഷിക്കുന്നു പറഞ്ഞാൽ മാത്രമേ ഞാൻ അവനെ രക്ഷിക്കുകയുള്ളൂ. ഞാൻ പോവാ. ബൈ ബൈ. വേഗം വരൂ. ഒരു കഴുതയുടെ തൊഴിയുടെ ശക്തി എന്താണെന്ന് നിനക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാവടാ. ഇംലി, ചുൾബുൾ, താങ്ക്സ് എ ലോട്ട്.
ഒന്ന് താ. ഇന്ന് ചെല്ല്, ഞാനിവിടെ വീറിനെ സഹായിക്കാം. ഞാൻ ഇപ്പൊ വരാം. വീർ, ടേക്ക് കെയർ. എനിക്ക് നിന്റെ സൈക്കിൾ വേണം. പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുതരാം. ഞാനോ? നിനക്ക് എന്റെ സൈക്കിൾ തരണോന്നോ? പ്ലീസ് പ്ലീസ്, സമയം കുറവാണ്. സൈക്കിൾ തരൂ, ഞാൻ ഉടനെ തിരിച്ചു കൊണ്ടുതരാം. പ്ലീസ്. അത്തള പിത്തള തവളാച്ചി ചുക്കമരിക്കണ സ്റ്റാച്ചു. വെരി ഗുഡ് സ്റ്റാച്യു മാൻ. ഞാൻ എന്റെ ബോസ് മാഡ് മാക്സിന്റെ ഒരു സന്ദേശവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് തരം സന്ദേശമാണതാ? ഇന്ന പിടിച്ചോ, ആദ്യമേ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് കഴിക്കുക. ആ നേരം കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം. ഇത് നല്ല സാധാണല്ലോ, വളരെ നന്നായിട്ടുണ്ട്. ഞാൻ നിനക്ക് ഇതുപോലെ ഒരുപാട് ചോക്ലേറ്റുകൾ തന്നുകൊണ്ടിരിക്കാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു ജോലി നീ ചെയ്തേ പറ്റൂ. എന്താ ചെയ്യേണ്ടതാ? പറഞ്ഞോ. ആദ്യം നീ ഒരു കാര്യം പറയണം. ആരെയൊക്കെയാണോ നീ സ്റ്റാച്ചു ആക്കി മാറ്റുന്നത് അവരെ പഴയതുപോലെ നിനക്ക് ആക്കാൻ പറ്റുമോ ഇല്ലയോ? മാറ്റാൻ പറ്റും. ദാ ഇത് കണ്ടോ? വെരി ഗുഡ് സ്റ്റാച്യു മാൻ, വെരി ഗുഡ്. ഇപ്പോ നീ എന്നോടൊപ്പം പോരൂ. ആ ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ടിനെ നമുക്ക് സ്റ്റാച്ചു ആക്കി മാറ്റണം. എന്നാ ഒരു ചോക്ലേറ്റ് കൊടുത്താ. എന്റെ കയ്യിലുള്ള ചോക്ലേറ്റ് തീർന്നു പോയി. ചോക്ലേറ്റ് താടോ, അല്ലെങ്കിൽ തവളാച്ചി. വേണ്ട 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 വേണ്ട. ദയവ് ചെയ്ത് എന്റെ കാര്യത്തിലൊന്നും അത്തലപുത്തിലൊന്നും ചെയ്യല്ലേ. ബോസ് ബോസ്, എത്രയും പെട്ടെന്ന് ചോക്ലേറ്റ് കൊടുത്തയക്കാൻ നോക്ക്. രക്ഷിക്കണേ, രക്ഷിക്കണേ. അവൻ അത്തലപുത്തലാണെന്ന് പറഞ്ഞാലേ ഞാൻ ജീവിതകാലം മുഴുവൻ ഇവിടെ എവിടെയെങ്കിലും സ്റ്റാച്ചു ആയിട്ട് വിട്ടു പോകും. അയ്യോ. അത്തള പിത്തള തവളാച്ചി ചുക്കമരിക്കണ സ്റ്റാച്ചു. ഒരുപാട് കഷ്ടപ്പെട്ട് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചുൾബുൾ, നീ വേഗം പോയി ചിണ്ടുവിനെ കണ്ടുപിടിക്കേ. അത്തള പിത്തള തവളാച്ചി ചുക്കമരിക്കണ സ്റ്റാച്ചു. അത്തള പിത്തള. എന്റെ വീടിനെ മര്യാദയ്ക്ക് വിട്. എന്നാവാ നീ ഇനി എന്നോട് ഏറ്റുമുട്ട്. അത്തള പിത്തള തവളാച്ചി ചുക്കമരിക്കണ സ്റ്റാച്ചു. വേണ്ട, ഇംലി ഇംലി ഇംലി, എന്റെ ഇംലി വേഗം ശരിയാക്ക്, വേഗം. അത്തള പിത്തള തവളാച്ചി ചുക്കമരിക്കണ സ്റ്റാച്ചു. മാഗ്നറ്റിക് പോൾ ഓൺ. എടാ മണ്ടന്മാരെ, നീയൊക്കെ എന്ത് ചെയ്യുക? ആ ചെറുക്കനെ വേഗം പോയി പിടിക്ക്, വേഗം. അവന്റെ അടുത്തോട്ട് ചെല്ലാൻ സമ്മതിച്ചാലല്ലേ പിടിക്കാൻ പറ്റൂ. ബോസ്, എന്നാ പിന്നെ ബോസ് ഒരു ശ്രമം നടത്തി നോക്ക്. കബഡി 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 കബഡി. നിങ്ങളെല്ലാരും ജയിലിൽ പോകാൻ തയ്യാറായിക്കോളൂ. ഞങ്ങള് വരാൻ ലേറ്റ് ആയിട്ടില്ലല്ലോ അല്ലേ വീർ? ഇല്ലല്ലോ, ആക്ഷൻ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് ആക്ഷൻ കാണിക്കാം. ഈ ചെറുക്കൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നൊന്നുമല്ല. ഇവിടുന്ന് എത്രയും വേഗം മുങ്ങിയേക്കാം. അയ്യോ, അയ്യോ. രക്ഷിക്കണേ വീർ.
ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാനെന്തോ കഴിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഞാനിത് എങ്ങനെയാ പറക്കുന്നത്? എന്നെ രക്ഷിക്കണേ. അയ്യോ. വിട്ടോടാ, ഇവിടുന്ന് ഓടിക്കോ. ഹലോ വീർ, വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം. ഇത് നമ്മുടെ അവസാനത്തെ കണ്ടുമുട്ടലൊന്നുമല്ല. ഇനി നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യേണ്ടവരാണ്. വീർ, ഇനി നിന്റെ അഭ്യാസങ്ങളൊക്കെ ഒന്ന് കാണിച്ചേ. ഈ ഗണ്ണിന്റെ റേസ് കാരണം എല്ലാ റോബോട്ടിക് യന്ത്രങ്ങളും ജാമായി പോകും. 3 മിനിറ്റ് കൊണ്ട് നീ പൂർണ്ണമായും ഒരു സ്റ്റാച്ചു പോലെ ആയി പോകും. പിന്നെ ഞാൻ നിന്നെ പിടിച്ചുകൊണ്ട് മാഡ് മാക്സിന്റെ അടുത്തേക്ക് പോകുന്നതാണ്.